എൻ്റെ പേര് മംഗല്യ ദേവി. ഞാൻ PICU സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് HFNC മെഷീനെ കുറിച്ചാണ്. ഫുൾ ഫോം എന്ന് പറയുന്നത് ഹീറ്റഡ് ഹ്യൂമിഡിഫൈഡ് ഹൈ ഫ്ലോ നാസൽ കാനൽ എന്നാണ്. ഇനി നമുക്ക് മെഷീനെ കുറിച്ചും മെഷീൻ്റെ പാർട്സിനെ കുറിച്ചും പരിചയപ്പെടാം. ഇതാണ് നമുക്ക് HFNC. ഇവിടെ പീഡിയാട്രിക്കിന് വരുന്ന കൂടുതൽ. ഇതിൻ്റെ അകത്ത് 2 മോഡ് വരുന്നുണ്ട്. പീഡിയാട്രിക്കും വരുന്നുണ്ട്, അഡൽട്ട് മോഡും വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ പീഡിയാട്രിക്ക് വരുന്നുണ്ട്. ഡോക്ടേഴ്സ് പറയുന്നതിൻ്റെ അനുസരിച്ചാണ് HFNC ഫ്ലോയും FiO2 ഇത് രണ്ടും നമുക്ക് മാത്രം ഇതിനകത്ത് സെറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇതിന് കുറച്ചൊരു ഇതുണ്ട്. നമ്മളിത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് HFNC മെഷീനാണ്. ഇത് നമ്മുടെ ഓണും ഓഫും ആക്കുന്ന ബട്ടണ്, അതുപോലെ തന്നെ സ്റ്റാൻഡ് ബൈ ആക്കുന്നതുമാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അതായത് മോഡ് മാറ്റിയിട്ട് ചിൽഡ്രൻസ് ആണോ അഡൽട്ട് ആണോ എന്ന് മാറ്റിയിട്ട് ഇടുന്നത്. ഇത് നമ്മൾ അതിനുള്ള ടോപ്പ് ബട്ടണാണ്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മാത്രം മതി. ഇത് O2 സ്പോട്ടാണ്. നമ്മൾ O2 സ്പോട്ടിലേക്ക് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിലൊരു പവർ കോഡ് ഉണ്ട്. ഇതാണ് നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ UPSC തന്നെ വേണം കണക്ട് ചെയ്യാൻ. കാരണം സാധാരണ നമ്മളിപ്പം KSB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പക്ഷേ കറണ്ട് പോയി, അന്നേരം മെഷീൻ ഓഫ് ആയി പോകും. അപ്പോൾ കുട്ടികൾക്ക് ആ സമയത്ത് നമുക്ക് O2 പോകത്തില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇത് UPSC വേണം എപ്പോഴും കണക്ട് ചെയ്യാൻ. ഇത് UPSC കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ കണക്ട് ചെയ്യുന്നു. അതിൻ്റെ ശേഷം O2 സ്പോട്ടിലേക്ക് ഇത് പ്രസ് ചെയ്തിട്ട് ലോക്കായി. ജസ്റ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഊരിയാൻ മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലോക്കാക്കുന്നു. ലോക്കായി. ഇതാണ് HFNCയുടെ മെഷീൻ്റെ ഇതായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ സ്റ്റാൻഡ് ബൈ മൂടി കിടക്കുവാണ്. ഇതാണ് FiO2 എത്രയാണോ നമ്മൾ പേഷ്യൻറ്റിന് കിട്ടുന്നത് അതിവിടെ നമുക്ക് ഡിസ്പ്ലേ കാണാം. ഇതാണ് ഫ്ലോ. അത് നമുക്ക് 25 വരെയുണ്ട്. അതായത് പീഡിയാട്രിക് നമുക്ക് 25 വരെയാണ് ലാസ്റ്റ് ഇടുക. 20 വരെയാണ്. അഡൽറ്റിനാണ് 25 വരെ ഇടുന്നത്. 20 വരെ ഇടാം. ടെമ്പറേച്ചർ 34 തന്നെയാണ്. ഇനി നമുക്ക് മോഡ് ചേഞ്ച്, ഇനിയിപ്പോൾ നമ്മൾ ഓൺ ആക്കണ്ടേ. ഇപ്പോൾ പ്രീ ഹീറ്റിംഗ് വരണം. ഇതിപ്പോൾ സ്റ്റാൻഡ് ബൈയിലാണ് കിടക്കുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ പ്രീ ഹീറ്റിംഗ് വരും. പ്രീ ഹീറ്റിംഗിന് റെഡിയാകാൻ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സോളം എടുക്കും കേട്ടോ. പ്രീ ഹീറ്റിംഗ് റെഡിയാകാൻ ഇനി നമുക്ക് ഫ്ലോയും കാര്യങ്ങളുമാണ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറയുവാണെങ്കിൽ ഇത് നമ്മുടെ HFNC അതിൻ്റെ ട്യൂബിങ്സ് ആണ്. ഇതിൻ്റെ അടിയിൽ വരുന്നതാണ് പീഡിയാട്രിക്കിൻ്റെ കാനുല. ഇതിന് സൈസ് ഉണ്ടാവും. XL ഉണ്ട്, സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട്, മീഡിയം ഉണ്ട്, എക്സ്ട്രാ സ്മോൾ ഉണ്ട്. അങ്ങനെ ഓരോ ഇത് കുട്ടികളുടെ അനുസരിച്ചാണ്. ഇപ്പം നമ്മൾ തീരെ പൊടിക്കുഞ്ഞാണെങ്കിൽ XL, സ്മോള്, എക്സ്ട്രാ സ്മോള് അല്ലെങ്കിൽ മീഡിയം, ഇതാണ് മെയിനായിട്ട് വരുന്നത്. ലാർജ് ഇത്തിരിയുടെ കുട്ടി വലുതാണെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് സെറ്റിങ്സ് മാറ്റുവാണെങ്കിൽ ഇതാണ് മെനു ബട്ടൺ. ഈ മെനു ബട്ടൺ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോഡ് ഉണ്ടാകും. ആ മോഡിൻ്റെ അവിടെ വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ല നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരത്തേ ഉള്ളൂ. ഏത് മോഡിലേക്ക് മാറ്റണമെന്ന് പറ്റില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്രീൻ ബട്ടൺ കാണും, ഗ്രീൻ സിഗ്നൽ കാണും. അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിച്ചാൽ മോഡിലേക്ക് വരുന്നു. ഇവിടെ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ചിൽഡ്രൻ ആണോ അഡൽട്ട് ആണോ ഈ 2 മോഡാണ് നമുക്കിത്. അപ്പോൾ നമ്മൾ ചിൽഡ്രൻ മോഡിലേക്ക് അവിടെ പ്രസ് ചെയ്തു. അടുത്ത് നമ്മൾ ഫ്ലോ ആണ് സെറ്റ് ചെയ്യണത്. ഫ്ലോ എന്ന് പറഞ്ഞാൽ അവിടെ വന്നതിന് ശേഷം ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് കണ്ടോ, കുട്ടികൾക്ക് 25 ആണ് ലാസ്റ്റ്. അപ്പം നമുക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുക 15-ലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 15-ലേക്ക് കൊണ്ടുപോവുക, പ്രസ് ചെയ്യുക. ഇനിയിപ്പോൾ അല്ല 10-ലേക്കാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ 10-ലേക്ക് കൊണ്ടുവരിക, പ്രസ് ചെയ്യുക. അടുത്ത ടെമ്പറേച്ചർ ഇത് 34 തന്നെയായിരിക്കും എപ്പോഴും. ഹ്യൂമിഡിറ്റി ഏതെങ്കിലും ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുവാണെങ്കിൽ മാത്രം, ഡോക്ടേഴ്സ് പറയുവാണെങ്കിൽ മാത്രം +1 അല്ലെ +2 ആക്കുക. ഇല്ലെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ 0-ലാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് നേരെ പോകണമെങ്കിൽ ജസ്റ്റ് മെനു പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. ഇനി FiO2 നമ്മൾ ഇതാണ് ഫ്ലോ മീറ്റർ, അതായത് O2ൻ്റെ ഫ്ലോ മീറ്റർ. ഇവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ നോബ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചാൽ മതി. അതായത് ഇവിടെയാണ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരും. ഇപ്പോൾ 75 പറയുവാണെങ്കിൽ ഈ 75 കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ O2 ഇൻക്രീസ് ചെയ്യേണ്ടത്. അധികം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 5 ഒക്കെ വരുമ്പോൾ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി വരും. ഇത് വരുന്നതിൻ്റെ അനുസരിച്ച് ഇവിടെ ചിരിക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചാൽ മതി, കൂട്ടുകയോ കുറയ്ക്കോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് റെഡി ആയതിൻ്റെ ശേഷം മാത്രമാണ് നമ്മളിത് കുട്ടികൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെറൈൽ വാട്ടറാണ്. അതായത് ഈ ചാമ്പർ എപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഹ്യൂമിഡിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറൈൽ വാട്ടർ നമ്മൾ കണക്ട് ചെയ്യണം. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റെറൈൽ വാട്ടർ കണക്ട് ചെയ്യാതെ. സ്റ്റെറൈൽ വാട്ടർ കണക്ട് ചെയ്യുന്നതും അതിൻ്റെ ഒരു IV സെറ്റിൻ്റെ ട്യൂബിങ്സ് ഈ ചാമ്പറിലേക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫില്ലായിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പേഷ്യൻ്റ് കണക്ട് ചെയ്യാം. അത് റെഡിയാക്കുന്ന 34-35 നമ്മളിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ റെഡി വരും. ഈ റെഡി വരുന്ന സമയത്താണ് നമ്മളിത് കുട്ടികൾക്ക് കണക്ട് ചെയ്യുക.
കണക്ട് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യാം, കുട്ടികളെ നല്ലപോലെ പിടിച്ചതിന് ശേഷം ഈ 2 നോബില്ലേ, ഇതാണ് നോസിലേക്ക് പോകേണ്ടുന്നത്. നോസിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ദാ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഈ സ്റ്റിക്കറാണ് കുട്ടികളുടെ കവളത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് സ്റ്റിക്കായിട്ട് നിൽക്കും. പിന്നെ എന്തായാലും പ്രീ ഹീറ്റിംഗ് ചെയ്തതിന് ശേഷം ഇതെന്തായാലും നല്ല ഹീറ്റഡ് ആയിരിക്കും. കുട്ടികൾക്ക് ഹീറ്റഡ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നല്ല ഹീറ്റാണ്, കുട്ടികൾക്ക് അടിക്കുക, കുട്ടികൾ സമ്മതിക്കത്തില്ല. അതിൻ്റെ രീതിയിൽ ഇത് ബാക്ക് സൈഡിലേക്കാക്കി ടൈറ്റ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ലൂസും ആക്കാം ടൈറ്റും ആക്കാം. എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്? ഇതിൽ നമുക്കിപ്പോ ഓട്ടുവിന്റെയും ഫ്ലോന്റെയും ഇത് മാറ്റണം, പ്ലേറ്റ് മാറ്റണം. അതപ്പോ എന്ത് ചെയ്യാം? ഇപ്പൊ നമുക്കിപ്പോ ഡോക്ടർ പറയാം, ഇപ്പൊ നമ്മൾ ഓൾറെഡി 10 എന്നിരിക്കട്ടെ. ഇപ്പൊ ഡോക്ടർ പറയാതെ 8ലേക്ക് മാറ്റാൻ പറഞ്ഞു. 8ലേക്ക് മാറ്റാൻ പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, മെനുവിലേക്ക് പോവാം. മെനു പ്രസ് ചെയ്തു. സെയിം അതുപോലെ തന്നെ ഈ നോ ബട്ടണില്ലേ, ഇതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിനി ഇവിടെയാണ് വരേണ്ടത്. ആ മോഡിലേക്ക് കൊണ്ടുവന്നു, നേരെ ഫ്ലോയിലേക്ക് വന്നു. ഈ ഫ്ലോ ആണല്ലോ നമുക്ക് മാറ്റേണ്ടത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ കളറാവും. ആ ബട്ടണിൽ നിന്ന് നമുക്ക് കുറയ്ക്കാം. 8 ആക്കി ജസ്റ്റ് പ്രസ് ചെയ്തു. എന്നിട്ട് മെയിൻ മെനുവിൽ ഒന്ന് ചെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോ 10ൽ നിന്ന് 8ലേക്ക് മാറും. ഇനി FiO2 നമുക്കിപ്പോൾ എവിടെയാണ്, ഇതിപ്പോൾ കുട്ടികൾക്ക് ഫിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ 33 വരുന്നത്. ഇപ്പോൾ 75 ആണെങ്കിൽ അത് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഈ നോബ് കുറച്ച് കൊടുത്താൽ മതി. അതിൻ്റെ അനുസരിച്ച് ഇവിടെ എത്ര വരുന്നു നോക്കുക. ഫുള്ളായിട്ട് കുറയ്ക്കല്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറയുകയും കൂടുകയും ചെയ്യും. അതെങ്ങനെയായിരുന്നു. ഇനിയും ഫ്ലോ 8ൽ നിന്ന് 6ലേക്ക് മാറ്റണേ എങ്ങനെ മാറ്റാം? മെനു നിൽക്കുക, എന്നിട്ട് പ്രസ് ചെയ്യുക, നേരേക്ക് പോവുക, ഫ്ലോയിലേക്ക് വരിക. വെക്കുക. ഇപ്പോ എത്രയിലേക്കാ മാറ്റണ്ടേ? എനിക്കിപ്പോ 4ലേക്കാ മാറ്റണ്ടേ. എന്നിട്ട് പ്രസ് ചെയ്യാം, മെനു ബട്ടണിൽ ഞെക്കുക. ഇതാ അത്രേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. പക്ഷെ ആദ്യത്തെ നമുക്കൊരു 10 മിനിറ്റ്സ് എടുക്കും ഇത് ഓപ്പറേറ്റ് ചെയ്ത് വരണമെങ്കിൽ എന്ന് മാത്രം. ഇനി എന്തെങ്കിലും ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അലാറം വരും. അതായത് അലാറം വരുവാന്ന് വെച്ചാൽ ഇത് ഇപ്പൊ കുട്ടികൾക്ക് കിടക്കുന്ന സമയത്ത് മടങ്ങിയിരിക്കുക. അപ്പൊ കുട്ടികൾ ഓക്സിജൻ കാര്യങ്ങൾ ചെല്ലുന്നില്ലെങ്കിൽ അലാറം വരും. അല്ലെങ്കിൽ ഇവിടുന്ന് ഡിസ്കണക്ട് ആയി പോയി. ഇപ്പൊ എന്താകാം, ചിലപ്പോൾ ഇവിടുന്ന് ഡിസ്കണക്ട് ആകാം, ചിലപ്പോൾ ഈ ക്യാനലയുടെ അറ്റത്തുനിന്ന് ഡിസ്കണക്ട് ആവും. അന്നേരം സമയത്തും അലാറങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അലാറം വരുന്നതിന്റെ അനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇപ്പം ഓഫാക്കിയ സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. സ്റ്റാൻഡ് ബൈ ആയതിന്റെ ശേഷം പിന്നെ നമ്മൾ സാധാ O2 മാസ്കിലേക്കോ അല്ലെങ്കിൽ O2 ട്യൂബിൽ നാസൽ ഫോണിലേക്ക് കണക്ട് ചെയ്യുമല്ലോ, കണക്ട് ചെയ്യുകയും ചെയ്യാം. ബാക്കി അതുപോലെ തന്നെ സ്റ്റാൻഡ് ബൈ ഇടുക. പേഷ്യന്റിന്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്തോ അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ വരെ സ്റ്റാൻഡ് ബൈ, നമുക്ക് എന്തെങ്കിലും സഡൻലി വീണ്ടും കണക്ട് ചെയ്യണമെങ്കിലാണ് സ്റ്റാൻഡ് ബൈ ഇടുന്നത്. ഒന്നും കുട്ടികൾക്കൊന്നും ആവശ്യമില്ലെങ്കിൽ നമ്മൾ സാധാ രീതിയിൽ ഓഫ് ചെയ്യുക. അതായത് ഇവിടുന്ന് ഇതിന്റെ പവർ കോഡ് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ O2 ട്യൂബിങ്സ് റിമൂവ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു. നമുക്കിപ്പോൾ നെബുലൈസേഷൻ കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾക്ക് കൊടുക്കണേ സ്റ്റാൻഡ് ബൈ ഒന്നും വേണ്ട. മുമ്പ് റെഡി കാണിച്ചിരുന്നില്ലേ, ആ റെഡിയുടെ തന്നെ ഫ്ലോയ് എന്ത് ചെയ്യാം, നേരെ ഇതുപോലെ തന്നെ പോയി പ്രസ് ചെയ്തു ഫ്ലോയ് 2ലേക്ക് ആക്കുക. 2ലേക്ക് ആക്കിയതിന് ശേഷം O2 സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെബുലൈസേഷൻ കൊടുക്കുന്നത്. നെബുലൈസേഷൻ തീർന്നതിന് ശേഷം സെയിം അതുപോലെ എത്ര ഫ്ലോയിലാണോ കിടന്നത്, എത്ര O2 ആണോ അത് സ്റ്റാർട്ട് ചെയ്യുകയും വേണം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. അടുത്ത വീഡിയോയിലൂടെ ഞാനതെല്ലാം ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.